ഇന്നലെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താരം എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരം ലാലേട്ടൻ തന്നെയാണ്. മലയാളികളുടെ, ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും ഏറ്റവും പ്രിയപ്പെട്ട താരമായിട്ടുള്ള മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഞങ്ങളൊരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഈ വലിച്ചു കീറുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ ഒരുപാട് ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചർച്ച ഇങ്ങനെ നല്ല നിലയിൽ കയറുകയും ആളുകൾ ഒരുപാട് അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു. ആ സമയത്താണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇന്നലെ വിനോദ് ഗുരുവായൂരിൻ്റെ ഒരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഷിക്കാറിൻ്റെ സെറ്റിൽ വെച്ച് നടൻ ശ്രീനാഥ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പണ്ട് മുതലൊക്കെ തന്നെ ലാലേട്ടനെയും ബന്ധപ്പെടുത്തി കുറേ അഭ്യൂഹങ്ങൾ ഇങ്ങനെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഇന്നലെ അതിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള വിനോദ് ഗുരുവായൂർ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തായിരുന്നു ആ കാര്യം? വിനോദ് ഗുരുവായൂർ ഷിക്കാറിൻ്റെ സെറ്റിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം നമ്മുടെ ഹീറോ സിനിമയുടെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ലോഹിദാസിൻ്റെ സിനിമകളിലെ പ്രൊഡക്ഷൻ ഡിസൈനറായിരുന്നു. ലോഹിദാസ് സാറും മോഹൻലാൽ സാറും ലാലേട്ടനും ഒക്കെ ആയിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത്, നോക്കൂ, ഈ മോഹൻലാൽ വിഷയം, ഈ അമ്മ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ അവിടെയും ഇവിടെയൊക്കെ ശ്രീനാഥിൻ്റെ മരണത്തിന് പിന്നിൽ മോഹൻലാലിന് എന്തൊക്കെയോ പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു കിംവദന്തിയുണ്ട്. ആ സത്യമാണ് അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു പറയുന്നത്. അദ്ദേഹം പറയുന്നു, നടൻ ശ്രീനാഥ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നടൻ ശ്രീനാഥിനെ നമുക്കറിയാം, ഒട്ടനവധി കിരീടത്തിൽ ലാലേട്ടൻ ശ്രീനാഥ് കോമ്പിനേഷനൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഷിക്കാർ സിനിമ എഴുതി കഴിഞ്ഞപ്പോൾ പത്മകുമാറായിരുന്നു ഷിക്കാറിൻ്റെ സംവിധായകൻ. അത് ലാലു അലക്സ് ചെയ്യാൻ വെച്ചിരുന്ന ചെയ്ത വേഷമാണ് ശ്രീനാഥിന് വെച്ചിരുന്നത്. ഓക്കെ, പടം തുടക്കം മുതൽ അവസാനം വരെ ഈ ലാലേട്ടൻ ലാലു അലക്സ് കോമ്പിനേഷൻ ആ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രത്തോളം സീനുകൾ ശ്രീനാഥിന് ആ സിനിമയിൽ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു ലാലേട്ടൻ ശ്രീനാഥ് കോമ്പിനേഷൻ വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ആ ക്രൂ ശ്രീനാഥിനെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് പടം തുടങ്ങി, ആദ്യത്തെ ദിവസം ഷൂട്ട് പോയി. ഇവരുടെ കോമ്പിനേഷൻ വളരെ മനോഹരമായിട്ട്, ഇത് വിനോദ് ഗുരുവായൂരിന്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്, വളരെ മനോഹരമായിട്ട് ആ ഷൂട്ട് മുന്നോട്ട് പോയി. ആ ഷൂട്ട് മുന്നോട്ട് പോവുകയും പിറ്റേ ദിവസം അപ്പോൾ കുറേ പേരൊക്കെ പറയുന്നു ശ്രീനാഥേട്ടന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ചില സമയത്ത് ആവശ്യമില്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ ആ ദിവസം വളരെ നല്ല രീതിയിൽ കോമ്പിനേഷനായിട്ട് സിനിമ മുന്നോട്ട് പോവുകയും അതിനുശേഷം പിറ്റേ ദിവസം ഇവർ താമസിക്കുന്നത് മറിയ ഹോട്ടൽ, അങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞത്, മറിയ ഹോട്ടലിൽ നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചിട്ട് എല്ലാവരും ഈ രാത്രി തന്നെ റൂം ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറയാണ്. കാര്യം ചോദിക്കുമ്പോൾ ഈ ശ്രീനാഥേട്ടൻ അവിടെ പോയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാക്കി, സിനിമ ആ ഹോട്ടലിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാക്കി, അതുകൊണ്ട് അവർ വഴക്കൊക്കെ ആയി, റൂം പോയിട്ട് ഇത് ഒഴിഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കൊരു ബുദ്ധിമുട്ട് അവിടെ ബുദ്ധിമുട്ടുണ്ടാവും. പിറ്റേ ദിവസത്തെ ഷൂട്ട്, ആദ്യത്തെ ഷൂട്ട് തന്നെ ലാലേട്ടൻ ശ്രീനാഥ് കോമ്പിനേഷനാണ് ഇവർ വെച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഒരു സമയമുണ്ടെങ്കിൽ കൃത്യമായി ആ സമയത്ത് സെറ്റിലെത്തും. 8 മണിക്ക് ഷൂട്ട് പ്ലാൻ ചെയ്തു. ലാലേട്ടൻ 7:55 തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ്. ശ്രീനാഥ് വരുന്നില്ല. 2-3 മണിക്കൂർ കാത്തിരുന്നിട്ടും ശ്രീനാഥ് എത്തിയില്ല. വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു ഇദ്ദേഹം കിടന്ന് ഉറങ്ങുകയാണ്, എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പ്രൊഡ്യൂസറുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് പ്രൊഡ്യൂസറായിട്ട് ആലോചിച്ചിട്ട് ശ്രീനാഥിനോട് പറയാണ്, നിങ്ങളൊരു 3-4 ദിവസം നാട്ടിൽ പോയിട്ട് വരൂ, ഒന്ന് ഓക്കെ ആയിട്ട് തിരിച്ചു വരൂ, എന്നിട്ട് നമുക്ക് പടം കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞു. പടത്തിൽ നിന്ന് പറഞ്ഞു വിടുക അല്ല എന്ന് ഒരു അടിവരയിട്ട് പറയാം. സ്വാഭാവികമായിട്ടും മാനസികമായി എന്തെങ്കിലും അസ്വസ്ഥതകളോ കാര്യങ്ങളോ ഒക്കെ റീഫ്രഷ് ആയിട്ട് തിരിച്ചു വരും, അപ്പോഴത്തേക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നീട് കേൾക്കുന്ന വാർത്ത, ശ്രീനാഥ് ഹോട്ടൽ മുറിയിൽ കൈമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും ചോര കണ്ട് പേടിച്ചിട്ട് റിസപ്ഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണുണ്ടായത്. പിന്നീട് ഈ ബോഡി എറണാകുളത്തേക്ക് കൊണ്ടുവരുമ്പോൾ എറണാകുളത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സർജറി ഇല്ലാത്തതുകൊണ്ട് ഈ പറയപ്പെടുന്ന ബോഡി ആലപ്പുഴയിൽ കൊണ്ടുവന്നിട്ടാണ് പോസ്റ്റ്മോർട്ടം. അതുവരെ ഷിക്കാറിന്റെ ക്രൂ, പത്മകുമാർ അടക്കമുള്ള ക്രൂ മുഴുവൻ കൂടെയുണ്ട്. ലാലേട്ടൻ അവിടെ വെച്ച് ശ്രീനാഥിന്റെ ബോഡി കണ്ടിട്ടുണ്ട്. അവിടെ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് പറയുന്നത്, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഷിക്കാറിന്റെ സെറ്റിലുള്ളവരാരും വരേണ്ടതില്ല, കാരണം അവിടെ ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യ വിഷന്റെ കാലമാണ്, ഇപ്പോഴത്തെ ഒരുപാട് മാധ്യമങ്ങളൊന്നുമില്ല. ഇന്ത്യ വിഷനിൽ അന്ന് വാർത്ത വന്നത് ഈ പറയപ്പെടുന്ന നടൻ ശ്രീനാഥ് പ്രൊഡ്യൂസറുമായുള്ള തർക്കത്തെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ്. പക്ഷെ ഇതിന്റെ പ്രൊഡ്യൂസർ ആ സമയത്ത് ഗൾഫിലാണ്, ഇന്ത്യയിൽ പോലും ഇല്ല. അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് രേഖകൾ പോലീസ് പിന്നീട് പരിശോധിക്കുകയും അദ്ദേഹത്തിന് കേസ് അന്വേഷിച്ചതാണ്. ഈ കേസ് പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് നിവേദനമൊക്കെ കൊടുത്തിരുന്നു ശ്രീനാഥിന്റെ ഭാര്യ. അപ്പം അന്ന് മുതൽ മോഹൻലാലിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് ഈ ശ്രീനാഥ് വിഷയം ഈ മാപ്രകൾ, സത്യമറിയാത്ത മാപ്രകൾ എടുത്തു വെച്ച് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇപ്പൊ ഈ അമ്മ വിഷയം വരുമ്പോഴും ഇത് പറയുന്നത്, അപ്പോഴാണ് ഈ വിനോദ് ഗുരുവായൂർ എന്ന് പറയുന്ന ടെക്നീഷ്യൻ, അദ്ദേഹം ഇത് ക്യാമറയ്ക്ക് മുന്നിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ശ്രീനാഥിന്റെ ആദ്യത്തെ പ്രശ്നങ്ങളും ഈ ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെ നേരിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന ഇത് പറയുന്നു. നമുക്ക് പറഞ്ഞാൽ, നിങ്ങൾ ഇന്നലെ മോഹൻലാലിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു ചർച്ച പാർത്തനും തന്നെയുമായി ചെയ്തിരുന്നു. എന്തിനാണ് മോഹൻലാലിനെ ഇത്രത്തോളം വിമർശിക്കുന്നത്? മോഹൻലാലിനെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീ നാളിതുവരെയായി പരാതിയുമായി വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ലഹരി മാഫിയയുടെ ആളാണ് മോഹൻലാൽ എന്ന് ആരും
പറഞ്ഞിട്ടില്ല. പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നു. ഈ പവർ ഗ്രൂപ്പിനെ നയിക്കുന്നത് മോഹൻലാലാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മാതൃഭൂമിയുടെ ഒരു ചർച്ചയിലാണ് നായർ ഗ്രൂപ്പ്, അങ്ങനെ നായർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ മോഹൻലാൽ അതിലെ പ്രമുഖനാണ്. സ്വാഭാവികമായിട്ടും അവരൊരു സൗഹൃദം തുടക്കം മുതൽ അവർ പറയുന്നതല്ലേ, ഈ പ്രിയദർശൻ, മോഹൻലാൽ, മുകേഷ്, അങ്ങനെ സുരേഷ് കുമാർ, ഇവരുടെ മണിയമ്പിള്ള രാജു, ഇവരുടെ ഒരു തിരുവനന്തപുരം MG ശ്രീകുമാർ, ഇവരുടെ ഒരു തിരുവനന്തപുരം ഗ്യാങ്ങിന്റെ ഒരു ഗ്രൂപ്പിനെ പറ്റി എല്ലാവരും പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ നടന്മാരെ കുറിച്ച് മാത്രമല്ല, അമ്മയെക്കുറിച്ച് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഫെഫ്ക മാറി നിൽക്കേണ്ടി വരിക? മീൻസ് ഫെഫ്ക എല്ലാവരും ഒഴിവാക്കുന്നത് എന്താ? ടെക്നീഷ്യൻസിനെ കുറിച്ച് ആരോപണമില്ലേ? രോഹിതേട്ടാ, ഇത് പറയുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഇന്നലെ രസകരമായ കുറച്ച് കാര്യങ്ങൾ കണ്ടു. കാരണം ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ തെലങ്കാനയിലുമൊക്കെ അതിഭയങ്കരമായ മഴയും വെള്ളപ്പൊക്കവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ വരികയാണ്. അതിന്റെ തൊട്ടു മുന്നിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ മോഹൻലാലിന്റെ. ഞാനത് സത്യമായിട്ട് ഇന്ന് രാവിലെ ഞാൻ ഓഫീസിലേക്ക് എത്തുമ്പോൾ ഇത് കണ്ടു. ഞാൻ പറഞ്ഞോട് വരുമ്പോൾ ചോദിക്കുന്നത്, ഞാൻ മറന്നു ഒരു സാധനമാണ്, എന്തിനാണ് അങ്ങനെ ഈ വാർത്തയ്ക്ക് മോഹൻലാലിന്റെ പടം വെച്ചിരിക്കുന്നത്? അതാണ്, എല്ലാത്തിലും മോഹൻലാലിന്റെ പേര് വെക്കുമ്പോൾ ഇതാ ലാലേട്ടനെ വിറ്റുകൊണ്ട് TRP റേറ്റിംഗ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് കാര്യത്തിലും മോഹൻലാലിന്റെ പടം. കാരണം ആരോപണം വിധേയരായി നിൽക്കുന്ന മലയാളത്തിലെ താരങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്തേക്ക് ഒതുക്കപ്പെട്ടു. അവിടെയും ഒരു പ്രശ്നവുമില്ലാത്ത മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെയാണ് ആക്രമിക്കുന്നത്. മാത്രമല്ല വേറൊരു കാര്യം കൂടെ രോഹിതേട്ടാ, കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന നടനുണ്ട്. അദ്ദേഹം നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട നടനാണ്, മലയാള സിനിമയിലെ മെഗാസ്റ്റാറാണ്. അദ്ദേഹത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ കൂടിയാണ്. പക്ഷേ മമ്മൂട്ടിയെ പോലും മാധ്യമങ്ങൾ ഇത്തരത്തിൽ ആക്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവരും മോഹൻലാലിലേക്ക്. മാത്രമല്ല മോഹൻലാൽ ആയിരക്കണക്കിന് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ ആരാണ് ഇവരോട് പറഞ്ഞത് എന്നുള്ളതിന് തെളിവില്ല. ഒന്ന്, ആരെങ്കിലും സ്ത്രീ വന്നിട്ട് എന്നെ ബലാത്സംഗം ചെയ്തോ എന്ന് പറഞ്ഞ തെളിവില്ല. പറഞ്ഞയാളുടെ പേര് മോഹൻലാൽ അല്ല, അത് ഞാൻ പറഞ്ഞേക്കോ, ഇത് എന്റെ കാര്യം ഞാൻ പറഞ്ഞു. മോഹൻലാൽ വളരെ സർക്കാസ്റ്റിക് ആയി വളരെ സാധനമാണ്. ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ വന്നു, എന്റെ വേറൊരു വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ ഒരു പ്രേക്ഷകൻ. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അങ്ങനെ എന്തോ സിനിമാ ലോകത്തെ കാര്യങ്ങളിലേക്ക് ചർച്ച പോയപ്പോൾ ഞാൻ വണ്ടിയിൽ വരുമ്പോഴാണ്, അപ്പോൾ വണ്ടി ഓടിക്കാൻ ആളുള്ളൂ, ഞാൻ സൈഡിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആളെന്നോട് ഈ മോഹൻലാലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, അയാൾക്ക് ചെയ്യാൻ പാടുണ്ടോ? അയാൾ ചാനലുകാരൻ ചോദിച്ചൊരു 3000 പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? അപ്പോൾ ഇയാൾ പറയാണ് 5000 പെണ്ണുങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നത്. അയാൾക്കൊക്കെ അങ്ങനെ പറയാം, ഇയാളെ കുറിച്ചൊക്കെ ഇങ്ങനെയാണോ നമ്മൾ വിചാരിക്കുക? അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് വളരെ സർക്കാസ്റ്റിക്. ശ്രീകണ്ഠൻ നായർ മോഹൻലാൽ അണ്ടർ ദ ഫയർ എന്ന് പറയുന്ന ഓണത്തിന് ചെയ്ത ഏഷ്യാനെറ്റ് ചെയ്ത ഒരു എപ്പിസോഡാണ്, ഒരു പ്രോഗ്രാമാണ്. അതിൽ ശ്രീകണ്ഠൻ നായർ വളരെ തമാശയായിട്ട് മറ്റു വിഷയങ്ങളിലൊക്കെ ലാലേട്ടൻ എങ്ങനെയാണ് പറയാ, ഈ മറ്റു വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ അല്ല ഈ 10,000 സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണല്ലോ കേട്ടിട്ടുള്ളത്. ശ്രീകണ്ഠൻ നായർക്ക് ഉള്ള ഒരു ഏറ്റവും വലിയ കൂടെ ആരോടും എന്നും അദ്ദേഹത്തിന്റെ രീതിയിൽ വെറുപ്പിക്കാതെ ചോദിക്കും. അപ്പം ലാലേട്ടൻ വളരെ ചിരിച്ചിട്ട് 3000 അല്ല ഒരു 5000 ഒക്കെ കാണും എന്ന് പറഞ്ഞൊരു സാധനത്തെയാണ് പിന്നീട് മോഹൻലാലിനെ വലിയ പെണ്ണുപിടിയനായിട്ട് ചിത്രീകരിച്ചത്. നോക്കൂ, ഇപ്പൊ പുറത്തുവരുന്ന വാർത്തകൾ നോക്കുമ്പോൾ ലാലേട്ടനൊന്നും ഒന്നും അല്ലാത്ത ഒരു സാധനമാണ്. അല്ല, അതിലൊരു കാര്യം കൂടെ കൂടിച്ചെടുത്തോട്ടെ. ഈ മനോരമയിൽ ജോണി ലൂക്കോസുമായി നടത്തിയൊരു ചർച്ചയ്ക്കകത്ത് ജോണി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ മോഹൻലാൽ 1000-ലേറെ ഒരു സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടായി എന്ന് പറയുന്നു, അതിൻ്റെ ഒരു പാർട്ടി ബംഗളൂരു വെച്ച് നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട്, അതല്ല, അതിൽ കൂടുതൽ വരും, 3000 നടന്നു തോന്നുന്നു, അതിൽ കൂടുതൽ വരും എന്ന് പറയുന്നുണ്ട്. അത് അവിടെ കട്ട് ചെയ്തു. അത് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം മോഹൻലാൽ പറഞ്ഞ വാചകങ്ങളുണ്ട്, സ്വന്തം വീട്ടിലെ സ്ത്രീകളെ പോലും റേറ്റിങ്ങിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ അടിച്ചിറക്കി വിടുന്ന ആളുകൾക്ക് ഇതപ്പുറവും പറയാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, മോഹൻലാലിന് ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് അവർ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവർ സ്വയം താല്പര്യമെടുത്തുകൊണ്ട് സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് കണ്ണുകടി. ഈ പറയുന്ന ഈ കമന്റ് ഇടുന്ന ആളുകളൊക്കെ ഭയങ്കര മാന്യന്മാരായി വന്ന് കമന്റ് ഇടുന്ന ആളുകളുടെ ഒക്കെ മെസ്സഞ്ചർ പരിശോധിച്ചാൽ ഈ മെസ്സഞ്ചറിൽ കൂടി പോയിട്ട് എത്ര മുട്ടിയിട്ടുണ്ട്. അപ്പോ അത്തരത്തിലുള്ള പല ആളുകളും എന്താണ് ഈ രീതിയിലാണ് ആക്രമിക്കപ്പെടുന്നത്. അപ്പൊ സ്ത്രീകൾ പല രീതിയിലും പല ഈ ചാനൽ ചർച്ചകളിലൊക്കെ എടുത്തു വെച്ച് അലക്കുന്ന ടീമുകളൊക്കെ ഈ ചർച്ച ഷൂട്ട് കഴിഞ്ഞിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് മാറിയിട്ട് എന്തുകൊണ്ടടി കൊച്ചെ ഇല്ലേ? തീർച്ചയായും അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഇറങ്ങിയ ഉടനെ മോളെ ചക്കര എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവരില്ലേ? ഉണ്ട്, തീർച്ചയായും. സ്വാഭാവികമായിട്ടും ഇതങ്ങനെ ഞങ്ങൾക്ക് എന്തും പറയാം. ലാലേട്ടന്റെ പേര് പറഞ്ഞാൽ നമ്മളും ചെയ്യുന്നത് അത് തന്നെയാണ്. അതെ, മോഹൻലാലിന്റെ പേര് പറഞ്ഞാൽ പ്രേക്ഷകർ കാണാറുണ്ട് എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് മോഹൻലാൽ വിഷയം നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് എടുക്കുന്നത്. തീർച്ചയായും. പക്ഷേ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം ലാലേട്ടൻ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു സത്യം ജനങ്ങളെ അറിയിക്കുക എന്ന് കൂടെ നമുക്കുണ്ട്. പക്ഷെ ലാലേട്ടൻ എന്ന പേര് തന്നെയാണ്. എനിക്ക് പച്ചയായ സത്യം വിളിച്ചു പറയുന്നതാണ് വാർത്ത ഇഷ്ടം. അല്ല, ഞാൻ അതും കൂടെ കണ്ടുകൊണ്ടാണ് സ്വാഭാവികം. ഞാൻ ഈ വിനോദ് ഗുരുവായൂരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. വിനോദ് ഗുരുവായൂരിന്റെ ആ വീഡിയോ എടുത്ത ആള് ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ സംസാരിച്ചത്. സ്വാഭാവികം വിനോദേട്ടൻ രാവിലെയും വിളിച്ചിരുന്നു. കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. വളരെ കാര്യം ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇതിന്റെ ഒരു വ്യാപ്തി എന്തുമാത്രമാണ്. അത് കുറച്ചുപേര് മാത്രമേ കണ്ടുള്ളെങ്കിൽ പോലും കണ്ടവർ അത് വേണ്ട രീതിയിൽ എടുത്തു എന്നുള്ള ഒരു മനുഷ്യനെ
തെറ്റിദ്ധരിക്കപ്പെടുന്നത്, ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, പറഞ്ഞ ഒരു പോയിന്റ് പറഞ്ഞു ഞാൻ നിർത്താം. എന്തുകൊണ്ട് മമ്മൂട്ടി ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു? എന്തുകൊണ്ടാണ് മമ്മൂട്ടിയുടെ പേര് പറയുന്നില്ല? മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് എന്നാണ് ചില ആളുകൾ. മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റാണ്, ഇന്ത്യൻ പ്രസിഡന്റ് അല്ല. അവരുടെ താരസംഘടന. അപ്പം ഈ രാജിവെക്കാൻ നിർദ്ദേശിച്ചത് മമ്മൂട്ടിയാണ് എന്ന് വാർത്തകൾ വന്നിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും മമ്മൂട്ടിക്ക് അവിടെ നിന്നിട്ടൊരു ബാക്കിലൊരു പിടിയുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മമ്മൂട്ടിയും കൂട്ടുത്തരവാദിത്തത്തോടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട കാര്യമൊന്നുമില്ല. വലിയ ആദർശങ്ങൾ പറയുന്നവരാണ്. മമ്മൂട്ടി ഞാൻ കുഴപ്പക്കാരനാണെന്നോ മോശക്കാരനാണെന്നോ പറയാം. ഇത്ര റെസ്പെക്ട് ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുന്ന ആളുകൾ ഇതിന്റെ നെടുന്തൂണുകളാണ്. നമുക്ക് ദിലീപ് വിഷയം വലിയ രീതിയിൽ അമ്മയെ ചർച്ച ചെയ്യുമ്പോൾ മുകേഷും ഗണേഷ് കുമാറും ഒക്കെ എഴുന്നേറ്റ് ബഹളമൊക്കെ വീഴും. വളരെ കൂളായിട്ടിരുന്ന് പടം വരയ്ക്കുന്ന ലാലേട്ടന്റെ പടങ്ങൾ നമ്മളിപ്പോഴും കാണുന്നുണ്ട്. അത്രയും സിമ്പിളായിരുന്നു. പക്ഷെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു താരരാജാവ് ഇത്രയും വന്നിട്ട് നിങ്ങൾക്ക് എന്നാണ് ഞാൻ അന്യനായി തുടങ്ങിയത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ദയനീയത, ഒരുപാട് അർത്ഥങ്ങളും ഉണ്ട്. ഇവർ ലാലേട്ടൻ ആരെങ്കിലും വാതിൽ ചെന്ന് മുട്ടുകയോ അല്ലെങ്കിൽ ലാലേട്ടന് ഒരു സുഹൃത്തിനുണ്ട് ഒരു പെണ്ണെ കയറി പിടിക്കുകയൊന്നും വേണ്ട. അദ്ദേഹം ഒന്ന് മനസ്സ് വെച്ചാൽ അദ്ദേഹത്തിന് വേണ്ടുന്നത് കിട്ടുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ, എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ. അപ്പം മോഹൻലാലിനെ അനാവശ്യമായി ടാർഗറ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കും. മോഹൻലാലിനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്തു തോന്നേ. അദ്ദേഹത്തിനെതിരെ തെളിവുകളോട് ആരെങ്കിലും ആരോപണമോ കാര്യങ്ങളോ ആയിട്ട് വരുമ്പോൾ അദ്ദേഹത്തെ ക്രൂശിച്ചോ. ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനെ എന്തിനാണ് ക്രൂശിക്കുന്നത്? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, പാപികളെ മാത്രം.